So dear students, module 2 in the revision ആണ്. Okay, so this is for the old scheme BE 100 in the revision class ആണിത്. And new scheme students ന് separate revision classes conduct ചെയ്തിട്ടുണ്ട്. So you can attend that. Okay, so old scheme students, that is BE 100 module 2 in the syllabus ആണ്. So ഇതിൽ രണ്ട് parts ആയിട്ട് നമുക്ക് divide ചെയ്യാം. That is, one is the problems involving beam. Okay, beam in the support, അതായത് സപ്പോർട്ടിലുള്ള റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഫോഴ്സ് സിസ്റ്റംസ് ഇൻ സ്പേസ്. ഓക്കെ, അതായത് ഫോഴ്സ് വെക്റ്റേഴ്സും ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടൈപ്പ്, അപ്പോൾ ഇതിൽ മെയിനായിട്ട് പ്രോബ്ലംസ് ആണ്, പ്രോബ്ലംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് സോ നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് മാത്രം ഡിസ്കസ് ചെയ്തിട്ട് പോകും. ഓക്കെ, ഈ റിവിഷനിൽ. ആൻഡ് നെക്സ്റ്റ് വീക്കിൽ പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, so first is types of beams. So types of beams mainly 5 types ആണുള്ളത്. First is cantilever beam. Cantilever beam എന്ന് വെച്ചാൽ one end fixed and other end free. Okay, examples നിങ്ങളിപ്പോൾ ഒരു ബസ്സിൻ്റെ ബസ് സ്റ്റേഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ, അതായത് ഒരു സൈഡ് ഫിക്സ്ഡും ഈ ഷെഡും അതുപോലെ പോർച്ചസ് ഒക്കെ, ഓക്കെ, ഒരു സൈഡ് ഫിക്സ്ഡും മറ്റേ സൈഡ് ഈ ഒരു എൻഡ് ഫ്രീയും ആയിരിക്കും. ഓക്കെ, അതേപോലെ ക്രെയിൻസിലൊക്കെ എങ്ങനെയായിരിക്കും, ഒരു സൈഡ് ഫിക്സ്ഡും നെക്സ്റ്റ് സൈഡ് ഫ്രീ. ഓക്കെ, സോ ഇതേ ടൈപ്പ് ബീംസിനെയാണ് കാൻറ്റിലിവർ ബീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് വെച്ചാൽ വിച്ച് ഇസ് ഈ ബീം വിച്ച് ഇസ് റെസ്റ്റിംഗ് ഫ്രീലി ഓൺ 2 സപ്പോർട്ട്സ്, അതിനാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് എക്സാമ്പിൾസ്. ഒക്കെ ചുമ്മാതെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ബീംസ്, അതായത് ഈ ബീം ഈ രണ്ട് സപ്പോർട്ടിൽ കോളത്തിൽ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്, പില്ലേഴ്സിൽ. ഓക്കെ, സോ ദിസ് ഇസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. നെക്സ്റ്റ് ഇസ് ഓവർ ഹാങ്ങിങ് ബീം. ഓവർ ഹാങ്ങിങ് ബീം എന്ന് വെച്ചാൽ അതിനൊരു ഓവർ ഹാങ്ങിങ് പാർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഈ സപ്പോർട്ടിൽ ബിയോണ്ട് ആയിട്ട് ഇങ്ങനെ ഓവർ ഹാങ്ങിങ് ആയിട്ടുള്ളൊരു പാർട്ട്. സോ ദിസ് ഇസ് ദി എക്സാമ്പിൾ. കണ്ടോ, ഇങ്ങനെ ഒരു ഇത് രണ്ട് സപ്പോർട്ട്സ് ആണ്, ഇതിൽ നിന്ന് ഓവർ ഹാങ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അഗെയിൻ ഫിക്സ്ഡ് ബീം എന്ന് വെച്ചാൽ രണ്ട് എൻഡും ഫിക്സ്ഡ് ആയിരിക്കും, അതായത് നമ്മൾ ഈ വാൾസിലൊക്കെ ഈ സ്ലാബ് ഫ്ലോറെല്ലാം വോളിലേക്ക് ഇൻബിൽട്ടായിട്ട് ചെയ്ത് അതിനെയാണ് ഫിക്സ്ഡ് ബീംസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ കണ്ടോ, ഇതിപ്പം ബോൾസൊക്കെ യൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അപ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീംസിനെയാണ് ഫിക്സ്ഡ് ബീം എന്ന് പറയുന്നത്. നമ്മുടെ ഇലക്ട്രിക് പോൾസ് ഇതെല്ലാം എന്താ ഫിക്സ്ഡ് ബീംസ് ആണ്. നെക്സ്റ്റ് ഇസ് കണ്ടിന്യൂസ് ബീം. കണ്ടിന്യൂസ് ബീം എന്ന് വെച്ചാൽ വിച്ച് ഇസ് ഹാവിങ് മോർ ദാൻ 2 സപ്പോർട്ട്സ്. ഓക്കെ, സോ ഇങ്ങനെ ഇറ്റ് ഈസ് ഹാവിങ് മോർ ദാൻ 2 സപ്പോർട്ട്സ്. നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് ലോഡ്സ്. സോ 3 ലോഡ്സ് ആണുള്ളത്. കോൺസെൻട്രേറ്റഡ് ഓർ പോയിന്റ് ലോഡ്സ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്സ് ആൻഡ് യൂണിഫോംലി വേരിയിങ് ലോഡ്സ്. സോ നമുക്കറിയാം ബീം, ഓക്കെ, സോ ഇറ്റ് ഈസ് ടേക്കിംഗ് ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെയാണ് ബീം എന്ന് പറയുന്നത്, ആൻഡ് ഇറ്റ് ഈസ് ടേക്കിംഗ് വെർട്ടിക്കൽ ഫോഴ്സസ്. ഓക്കെ, ഫോഴ്സസ് എങ്ങനെയായിരിക്കും, വെർട്ടിക്കൽ ഫോഴ്സസ് ആയിരിക്കും. സോ ഫസ്റ്റ് ഇസ് കോൺസെൻട്രേറ്റഡ് ലോഡ്. കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ് എന്ന് വെച്ചാൽ വിച്ച് ആക്ട് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ W. ഓക്കെ, W ലോഡ്. W എന്ന് വെച്ചാൽ ലോഡ്, ക്യാപിറ്റൽ W ഇസ് ദി ലോഡ് ആൻഡ് യൂണിറ്റ് എന്താ ന്യൂട്ടൺ. അഗെയിൻ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്സ് എന്ന് വെച്ചാൽ UDL. ഓക്കെ, UDL എന്ന് പറഞ്ഞാൽ എന്താ, ഈ ബീമിൽ കംപ്ലീറ്റ് ആയിട്ട് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1000 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് വെച്ചാൽ എന്താ, ഈ ഒരു മീറ്ററിൽ, ഓക്കെ, അതായത് പെർ മീറ്ററിൽ എത്ര ന്യൂട്ടണാണ്, എത്ര ലോഡാണ് വരുന്നത്, 1000 ന്യൂട്ടൺ ലോഡാണ് ഒരു മീറ്ററിൽ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് UDL. അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്, സ്മോൾ w ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഇസ് യൂണിഫോംലി വേരിയിങ് ലോഡ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡാമൊക്കെ, ഓക്കെ, സോ ഒരു ഡാമിൽ ഏത് പ്രഷർ ആക്ട് ചെയ്യുന്നത്, വാട്ടറിൻ്റെ പ്രഷർ ആയിരിക്കും, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആയിരിക്കും ഡാമിൽ ആക്ട് ചെയ്യുന്നത്, അല്ലേ. സോ ഈ പ്രഷർ എങ്ങനെ വേരി ചെയ്യുന്നത്, അതായത് ഏറ്റവും ടോപ്പിൽ, ഓക്കെ, വാട്ടറിൻ്റെ ഏറ്റവും ടോപ്പിൽ പ്രഷർ 0 ആയിരിക്കും. ഓക്കെ, ആൻഡ് അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും, ആൻഡ് താഴേക്ക് വരുന്തോറും എന്ത് പറ്റും, പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് യൂണിഫോംലി വേരിയിങ് ലോഡിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ അല്ലെങ്കിൽ ട്രപ്പിസോഡൽ ഷേപ്പിലായിരിക്കും UVL. ഓക്കെ, യൂണിഫോംലി വേരിയിങ് ലോഡ്. ഇവിടെയും എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, W ന്യൂട്ടൺ പെർ മീറ്റർ, അതായത് ഒരു സൈഡ് 0യും ലോഡ് ഉണ്ടോ ഇവിടെ 0, ഒരു സൈഡിൽ W. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ. അഗെയിൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഇതിനെ നമ്മൾ ഇക്വലൻറ്റ് ലോഡായിട്ട് കോൺസെൻട്രേറ്റഡ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലേ.
അപ്പോൾ അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? W ന്യൂട്ടൺ പെർ മീറ്റർ ആണെങ്കിൽ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കുക, ഡിസ്റ്റൻസ് വെച്ച് W മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ആൻഡ് ഇതെവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? സെൻറ്ററിൽ. ക്ലിയർ? അതേപോലെ ട്രയാങ്കുലർ ലോഡിംഗ് ആണെങ്കിൽ ട്രയാങ്കുലർ ലോഡിംഗ് ഒരെണ്ട് 0 മറ്റേതിൻ്റെ W. ഓക്കെ, സോ ഇത് ടോട്ടൽ ലോഡ് എത്രയായിരിക്കും? ടോട്ടൽ ലോഡ് എന്ന് വെച്ചാൽ ഏരിയ. ഓക്കെ, ഇതിൻ്റെ ഏരിയ എടുക്കുക. സോ ഹാഫ് ഇൻറ്റു ഡിസ്റ്റൻസ് നമ്മൾ L ആയിട്ട് എടുക്കുക. സോ ഹാഫ് ഇൻറ്റു L ഇൻറ്റു W. സോ W L/2. ഓക്കെ, ആൻഡ് ഇത് ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ്. ഓക്കെ, ഇവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ സെൻറ്ററിൽ എന്ന് പറയുമ്പോൾ L/3 അല്ലെങ്കിൽ 2L/3. ഓക്കെ, ഈ എൻഡിൽ നിന്ന് 2L/3, അതേപോലെ ഈ എഡ്ജിൽ നിന്ന് L/3. നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് സപ്പോർട്ട്. സോ 3 ടൈപ്പ് സപ്പോർട്ടാണുള്ളത്. വൺ ഇസ് റോളർ സപ്പോർട്ട്. ഓക്കെ, റോളർ സപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ? ഒരു എക്സാമ്പിളായിട്ട് നമ്മളുടെ റോളർ സ്കേറ്റേഴ്സ് അല്ലെങ്കിൽ റോളിംഗ് ചെയേഴ്സ്. ഓക്കെ, സോ ഇതെല്ലാം ഈ റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ഹാവിങ് മോഷൻ ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യും, അതുപോലെ ഇത് റൊട്ടേറ്റും ചെയ്യും അല്ലേ? സോ ഇത് റൊട്ടേറ്റും ചെയ്യും, അതുപോലെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. പക്ഷേ ഇത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യില്ല. ഓക്കെ, വെർട്ടിക്കൽ ഫോഴ്സിന് റെസിസ്റ്റ് ചെയ്യും. വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യില്ല. വെർട്ടിക്കൽ ഫോഴ്സിന് എന്താ റെസിസ്റ്റ് ചെയ്യും? അതായത് ഇപ്പോൾ ഈ ഒരു റോളറിൽ, ഓക്കെ, ഈ റോളർ സപ്പോർട്ടിൽ നമ്മളിങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്താൽ ഈ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, ഒരു റിയാക്ഷൻ. ഓക്കെ, സോ ഇറ്റ് റെസിസ്റ്റ് എ വെർട്ടിക്കൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ എത്ര റിയാക്ഷൻ? ഒരു വെർട്ടിക്കൽ റിയാക്ഷനാണ് റോളർ സപ്പോർട്ടിൽ ഉള്ളത്. ഓക്കെ, so it is free to rotate and translate along any surface on which they rest. ഒരു റിയാക്ഷനേ ഉള്ളൂ, that is the vertical reaction, because it resists vertical force. ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും എന്തുള്ളത്? റിയാക്ഷൻ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പിൻഡ് അല്ലെങ്കിൽ ഹിഞ്ച്ഡ് സപ്പോർട്ട്. സോ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇങ്ങനെ. ഓക്കെ, അതായത് നിങ്ങളിപ്പം ഈ ചില ബ്രിഡ്ജസ് ഒക്കെ കണ്ടിട്ടില്ലേ? അതായത് ഷിപ്പ് വരാൻ നേരത്ത് ഓപ്പണും ക്ലോസും ചെയ്യുന്ന ബ്രിഡ്ജസ്. സോ അതിലൊക്കെയുള്ള മെക്കാനിസം എന്ന് വെച്ചാൽ ഹിഞ്ച്ഡ് സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഈ ഹിഞ്ച്ഡ് സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ റൊട്ടേറ്റ്. ഇറ്റ് ക്യാൻ ഓൺലി റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഇതിന് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും ഇല്ല, വെർട്ടിക്കൽ മൂവ്മെൻറ്റും ഇല്ല. ഓക്കെ, സോ ഇറ്റ് റെസിസ്റ്റ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൂവ്മെൻറ്റ്. സോ ഇറ്റ് റെസിസ്റ്റ് വാട്ട്? ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സസ്. അതുകൊണ്ട് ഇതിന് 2 സപ്പോർട്ട് റിയാക്ഷൻസ് ആണുള്ളത്. ദറ്റ് ഈസ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻസ്. ഓക്കെ, സോ ദ പിൻഡ് സപ്പോർട്ട് അലൗസ് റൊട്ടേഷൻ ഓൺലി. റൊട്ടേഷൻ മാത്രമാണ് അലൗ ചെയ്യുന്നത്. ഓക്കെ, അഗെയിൻ ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിക്സ്ഡ് ആയിരിക്കും. അതായത് ഒരു ടൈപ്പ് മൂവ്മെൻറ്റും പെർമിറ്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ ഇറ്റ് റെസിസ്റ്റ് ഓൾ ടൈപ്സ് ഓഫ് ലോഡ്. എല്ലാ ലോഡും റെസിസ്റ്റ് ചെയ്യും. അതായത് ഹൊറിസോണ്ടൽ ലോഡും വെർട്ടിക്കലും മൊമെൻറ്റും എല്ലാം റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇതിന് എത്ര റിയാക്ഷൻസ് ഉണ്ട്? ഹൊറിസോണ്ടൽ റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ ആൻഡ് മൊമെൻറ്റ്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് സപ്പോർട്ട് നമുക്ക് ഇത് ഒരു സമ്മറൈസ് ചെയ്യാനായിട്ട് റോളർ സപ്പോർട്ട് റെസിസ്റ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ ലോഡ്സിനെയാണ്. ഓക്കെ, ആൻഡ് റിയാക്ഷൻ വെർട്ടിക്കൽ. പിൻഡ് സപ്പോർട്ടോ രണ്ടും, അതായത് വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ലോഡും റെസിസ്റ്റ് ചെയ്യും. അതിലാകെ പിൻഡ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആകെ അതിലെന്തായിരിക്കും? റൊട്ടേഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, സോ what is the reaction? Horizontal and vertical. Again fixed support 3 ഡയറക്ഷനും റെസിസ്റ്റ് ചെയ്യും. സോ 3 റിയാക്ഷൻസ്, അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ ആൻഡ് മൊമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫോഴ്സ് വെക്റ്റർ. ഓക്കെ, സോ ഫോഴ്സ് വെക്റ്റർ നമുക്കറിയാം വെക്റ്റർ ഫോമിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സ് ആ ഡയറക്ഷൻ. ഓക്കെ, സോ വെക്റ്ററും കൂടെ കാണിക്കാം. So force vector is equal to fx I cap plus fy j cap plus fz k cap. Okay, ഇത് ആ 3 ഡയറക്ഷൻസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ആണ് ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെക്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എഫ് പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഇസഡ് സ്ക്വയർ. ഓക്കെ, അഗെയിൻ ഇതിൻ്റെ യൂണിറ്റ് വെക്റ്റർ. ഓക്കെ, സോ യൂണിറ്റ് വെക്റ്റർ എന്ന് വെച്ചാൽ എന്താ? യൂണിറ്റി. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ അതിനെ നമ്മൾ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയും. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് 1 ആകുന്നത് എങ്ങനെയാണ്? എഫ് വെക്റ്റർ ബൈ എഫ്.
Okay, so unit എന്തൊരു മാഗ്നിറ്റ്യൂഡ് 1. സോ വെക്റ്റർ എഫ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് ഇസഡ് കെ. ഓക്കെ, ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ്, അതായത് എഫ് റൂട്ട് ഓഫ് എഫ് എക്സ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഇസഡ് സ്ക്വയർ. ക്ലിയർ? അഗെയിൻ പൊസിഷൻ വെക്റ്റർ, അടുത്തത് പൊസിഷൻ വെക്റ്റർ, അതായത് ഡിസ്റ്റൻസ്. ഓക്കെ, ആർ. സോ ആറും നമ്മൾ ഇതുപോലെ തന്നെ വെക്റ്റർ ഫോമിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് ഇസഡ് കെ ക്യാപ്. ഓക്കെ, ആൻഡ് മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ വൈ സ്ക്വയർ പ്ലസ് സിഗ്മ ഇസഡ് സ്ക്വയർ. ഓക്കെ, അഗെയിൻ യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്റർ എന്ന് വെച്ചാൽ വെക്റ്റർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ. ഓക്കെ, സോ വെക്റ്റർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ്, we'll get the unit vector. Next is position vector of a line connecting 2 points. നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ 2 പോയിന്റ്സ് തന്നിട്ടുണ്ടാവും. ഓക്കെ, എ ആൻഡ് ബി, 2 പോയിന്റ്സ്. എന്നിട്ട് നമുക്ക് എയിൽ നിന്ന് ബിയിലേക്കുള്ള പൊസിഷൻ വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, സോ ആർ എ ബി. സോ ആർ എ ബി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സോ എയിലെ പോയിൻറ്റ്സ്, എയിലെ കോർഡിനേറ്റ്സ് എക്സ് എ വൈ എ ഇസഡ് എ ആൻഡ് ബിയിലെ കോർഡിനേറ്റ്സ് എക്സ് ബി വൈ ബി ഇസഡ് ബി ആണെങ്കിൽ ആർ എ ബി എന്തായിരിക്കും? എക്സ് ബി മൈനസ് എക്സ് എ. ഓക്കെ, അതായത് ഇതിൽ നിന്ന്, അതായത് എക്സ് ടു മൈനസ് എക്സ് വൺ, വൈ ടു മൈനസ് വൈ വൺ, വൈ ത്രീ മൈനസ് ഇസഡ് ടു മൈനസ് ഇസഡ് വൺ. ഓക്കെ, അതായത് സെക്കൻഡ് പോയിന്റിൽ നിന്ന് ഫസ്റ്റ് പോയിന്റ് മൈനസ് ചെയ്യുക. ഓക്കെ, so that is how we are getting this value. So xb minus xa into I cap plus yb minus ya into j cap plus zb minus za into k cap. Okay, next question il r b a ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? xa minus, ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ട് വരും, അതായത് xa minus xb into I cap plus ya minus yb into j plus za minus zb into k. ഓക്കെ, സോ ഏത് ഡയറക്ഷൻ ആണോ, ഓക്കെ, അങ്ങനെ വേണം എടുക്കാൻ. ക്ലിയർ? എ ബി ആണെങ്കിൽ എക്സ് ബി മൈനസ് എക്സ് എ, വൈ ബി മൈനസ് വൈ എ, ഇസഡ് ബി മൈനസ് ഇസഡ് എ. ബി എ ആണ്, അതായത് ഈ ഡയറക്ഷൻ ആണെങ്കിൽ ഓക്കെ, എക്സ് എ മൈനസ് എക്സ് ബി, വൈ എ മൈനസ് വൈ ബി, വൈ ഇസഡ് മൈനസ് വൈ ബി. ഓക്കെ, അഗെയിൻ റിസൾട്ടൻറ്റ് ഫോഴ്സ് വെക്റ്റർ. സോ റിസൾട്ടൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതേപോലെ തന്നെ റിസൾട്ടൻറ്റ് വെക്റ്റർ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ആർ എക്സ് ഐ പ്ലസ് ആർ വൈ ജെ പ്ലസ് ആർ ഇസഡ് കെ. മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് സിഗ്മ ആർ എക്സ് സ്ക്വയർ സിഗ്മ ആർ വൈ സ്ക്വയർ സിഗ്മ ആർ ഇസഡ് സ്ക്വയർ, റൂട്ട് എടുക്കാം. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് ഇൻക്ലിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇൻക്ലിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ആർ എക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആർ ഇൻറ്റു റിസൾട്ടൻറ്റ് ഇൻറ്റു കോസ് തീറ്റ എക്സ്. ഓക്കെ, അതേപോലെ ആർ വൈ എന്ന് പറയുമ്പോൾ ആർ കോസ് തീറ്റ വൈ. ആർ ഇസഡ് എന്ന് പറയുമ്പോൾ റിസൾട്ടൻറ്റ് ഇൻറ്റു കോസ് തീറ്റ ഇസഡ്. ഓക്കെ, ഇവിടെ നമുക്ക് കോസ് തീറ്റ എക്സ്, കോസ് തീറ്റ വൈ, കോസ് തീറ്റ ഇസഡ് കിട്ടുമല്ലോ. ഓക്കെ, സോ ഫ്രം ഹിയർ വി ആർ ഗെറ്റിംഗ് കോസ് ഉണ്ട് കേട്ടോ, കോസ് തീറ്റ എക്സ്, കോസ് തീറ്റ വൈ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എക്സ് ബൈ ആർ, ആർ എക്സ് ബൈ ആർ അല്ലേ, അതേപോലെ ആർ വൈ ബൈ ആർ, ആർ ഇസഡ് ബൈ ആർ. നെക്സ്റ്റ് ഇസ് മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ്. മൊമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് വെക്റ്റർ ഫോമിൽ എഴുതുമ്പോഴത്തേക്ക് എന്ത് വരും? ആർ ക്യാപ് ഇൻറ്റു ആർ വെക്റ്റർ ഇൻ ക്രോസ് എഫ് വെക്റ്റർ, ആർ ക്രോസ് എഫ്. ഓക്കെ, സോ ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് എടുക്കുന്നത്? ഇങ്ങനെ. ഓക്കെ, സോ ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൊമെൻറ്റ് കിട്ടും. അതേപോലെ വർക്ക് ഡൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഫോഴ്സ് എഫ് ഡോട്ട് ആർ, ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ ഹിയർ വി ഹാവ് ടു ടേക്ക് ദി ക്രോസ് പ്രൊഡക്റ്റ് ആൻഡ് ഹിയർ വി ഹാവ് ടു ടേക്ക് ദി ഡോട്ട് പ്രൊഡക്റ്റ്. ക്ലിയർ? സോ ഇത് വെച്ചിട്ടായിരിക്കും പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ ബി ഡൂയിങ് പ്രോബ്ലംസ് നെക്സ്റ്റ് വീക്ക്. So thanks for listening, and tomorrow we will be revising module 3.